നിന്റെ സ്വർഗീയ വാഗ്ദാനങ്ങൾക്കായി നോക്കി പാർത്തിരിക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായിരുന്നതിനെ വാക്കി ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ നവീകരണത്തിനുമായി ഒരുപാലിക്കുന്ന രാമശിവതമ്പുരാനെ ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രം ഇപ്പോഴും എല്ലാ സമയത്തും നീ അർപ്പിക്കും. മറൻ മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ ജീവസ്വരമഗുണത്തനമേ സബരിന്നും എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ മായ്ക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയുള്ള തന്റെ ബലിയാൽ ആദാമിന്റെ സകല മക്കളെയും പുണ്യമാക്കുകയും ചെയ്ത ഉത്തമനായ കർത്താവിനെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. അവനെ തന്റെ ദാസിയുടെ ഓർമ്മ കഴിക്കുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നതുമായ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസിയുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. എന്റെ കർത്താവേ, നിന്റെ സ്നേഹിതന്മാരായ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടിയും നിന്റെ തിരുവിഷ്ടം പ്രവർത്തിച്ച നിന്നെ കുറിച്ചുള്ള പ്രത്യാശയും പ്രാപിച്ച സകല വിശ്വാസികളോടുകൂടിയും നിന്റെ പിതാവിന്റെ വാഴ്ത്തപ്പെട്ട ഭവനങ്ങളിൽ ദാസിയെ വസിപ്പിക്കണമേ. ദാസിയെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നിന്റെ വലതു ഭാഗത്ത് നിർത്തണമേ. ഞങ്ങളെല്ലാവരുടെയും മേൽ നിന്റെ കരുണ ചൊരിയണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീങ്ങി അവരവരോടെഴുന്നേറ്റു
എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ കമ്പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ മരിച്ചതു ഞാൻ എന്നും കർത്താവിനു മഹത്വം ഒഴിയോരാകെ മറയുവാതാരേ മദനിയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം യുദ്ധത്തെ സ്തുതി ചെയ്തോരാം മൃതരും കൈക്കൊണ്ടീടേണം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങളെ ഓരോരുത്തരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയും ബലഹീനവും കുറവുകളുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും നിന്റെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഹോശോ വബുക്കുലസ്വാൻലോൽമീൻ.